തിരുവനന്തപുരം മുതലപ്പൊഴിയിൽ വള്ളത്തിൽ നിന്നും കായലിൽ വീണ് കാണാതായ മത്സ്യത്തൊഴിലാളിക്കായുള്ള തിരച്ചിൽ വെളിച്ചക്കുറവിനെ തുടർന്ന് താൽക്കാലികമായി അവസാനിപ്പിച്ചു. അഞ്ചുതെങ്ങ് പുത്തൻമണ്ണ് വാടയിൽ വീട്ടിൽ പ്രവീൺ എന്ന തോമസ് ആണ് അപകടത്തിൽപ്പെട്ടത്. വൈകുന്നേരം 5:30 മണിയോടെ താഴമ്പള്ളി ലേലഹാളിന് സമീപമുള്ള കായലിലാണ് സംഭവം. കായലിൽ മത്സ്യവില്പനയ്ക്ക് ശേഷം വള്ളം വൃത്തിയാക്കാൻ പോയ സമയത്ത് അപസ്മാരം പിടിപെട്ട് തോമസ് വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നുവെന്നാണ് പ്രാഥമിക വിവരം. അഞ്ചുതെങ്ങ് സ്വദേശി അൽഫോൺസിൻ്റെ ഉടമസ്ഥതയിലുള്ള വള്ളത്തിലാണ് തോമസ് ജോലിക്കെത്തിയത്. അപകട സമയത്ത് ഇയാളോടൊപ്പം മറ്റ് 3 തൊഴിലാളികൾ കൂടി വള്ളത്തിലുണ്ടായിരുന്നു. വിവരമറിഞ്ഞ ഉടൻ തന്നെ രമ്യ ഹരിദാസ് MLA സ്ഥലത്തെത്തുകയും ഫയർഫോഴ്സിൻ്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലുള്ള തിരച്ചിൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. സമയത്ത് തന്നെ 5:30 മണിക്കാണ് ഈ വിഷയം നടന്നത്. ഏകദേശം ഒരു 5:45 ആകുമ്പോഴേക്ക് തന്നെ നമ്മളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആ സ്പോട്ടിൽ തന്നെ നമ്മുടെ ആറ്റിങ്ങിൽ നിന്നുള്ള ഫയറിൻ്റെ സ്കൂബ ടീമും ഇവിടെ എത്തി. ഇപ്പോൾ ഏകദേശം സമയം 8:30 അപ്പോൾ ഒരു 6:30 മുതൽ അവർ ഈ ഒരു തെരച്ചിൽ നടത്തി. പിന്നെ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാമല്ലോ, വലിയ ഇരുട്ടിലേക്ക് എത്തിയ സമയത്ത് ഒരു 2-2.5 മണിക്കൂറിന് ശേഷം ഇപ്പം നമുക്ക് നിർത്തി നാളെ രാവിലെ 6 മണിക്ക് വീണ്ടും തിരുവനന്തപുരം ഫയർ സ്റ്റേഷനിൽ നിന്നുള്ള സ്കൂബ ടീം വന്നിട്ട് തെരച്ചിൽ വീണ്ടും തുടരുക എന്നുള്ളതാണ്. പിന്നെ വള്ളങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന പ്രാദേശികമായിരിക്കുന്ന കൊച്ചു വള്ളങ്ങളിൽ ഉണ്ടായിരിക്കുന്ന അനുഭവമുള്ള ആളുകളും അതേപോലെ ഇതിനകത്ത് നേരത്തെയും ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റായിട്ടും ഹാർബറും ഒക്കെയായി സഹകരിച്ച് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്ന പ്രാദേശികമായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ ഒരു ഇടപെടൽ കൂടി ഈ ഒരു തെരച്ചിലിനോട് ഉണ്ടായിരുന്നു. ആറ്റിങ്ങലിൽ നിന്നെത്തിയ ഫയർഫോഴ്സിൻ്റെ സ്കൂബ സംഘവും മത്സ്യത്തൊഴിലാളികളും ചേർന്ന് 1 മണിക്കൂറിലധികം തിരച്ചിൽ നടത്തിയെങ്കിലും വെളിച്ചക്കുറവ് കാരണം ഇന്നത്തെ ദൗത്യം അവസാനിപ്പിക്കേണ്ടി വന്നു. ഇന്നത്തെ തിരച്ചിലിൽ തോമസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 6:45 തെരച്ചിൽ ആരംഭിച്ചു. നമ്മൾ 1.25 മണിക്കൂറോളം തെരച്ചിൽ നടത്തി. ഏകദേശം 2 മീറ്ററിനടുത്ത് ആഴമുള്ള സ്ഥലത്താണ് നമ്മൾ ആള് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന സ്ഥലം നമുക്ക് കാണിച്ചു തന്നത്. ആ സ്ഥലത്ത് നമ്മൾ 1.25 മണിക്കൂറോളം സെർച്ച് ചെയ്തെങ്കിലും നമുക്ക് ആളിനെ കണ്ടെത്താനായിട്ടില്ല. നമ്മൾ 2 ഡൈവേഴ്സാണ് സെർച്ച് ചെയ്തത്. ഇനി നാളെ രാവിലെ 6 മണിക്ക് സ്കൂബ ടീമിൻ്റെ സെർച്ചിങ് പുനരാരംഭിക്കും. നൈറ്റിൽ നമ്മൾ സെർച്ച് ചെയ്യാറില്ല, അതുകൊണ്ട് നാളെ രാവിലെ തന്നെ പുനരാരംഭിക്കുന്നതാണ്. അതേസമയം അപകട മേഖല വലയിട്ട് തോമസ് കടലിലേക്ക് ഒഴുകിപ്പോകാനുള്ള സാധ്യത തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും ആറ്റിങ്ങലിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റുകളുടെ സ്കൂബ ടീം സംഘം നാളെ രാവിലെ 6 മണി മുതൽ സംയുക്തമായി തോമസിനായുള്ള തിരച്ചിൽ പുനരാരംഭിക്കും. തലസ്ഥാന വാർത്തകൾ, പെരുമാതുറ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Arabian Fashion Jewelry Wholesalers and Manufacturers. ആറ്റിങ്ങൽ, പോത്തൻകോട്, ആലങ്കോട്, തൃശൂർ, ദുബായ്. അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.